ഈ ഒരു ബുക്ക് എന്റെ ലൈഫിലേക്ക് വരുന്നത് ഞാനൊരു ഒറ്റപ്പെടൽ അല്ലെങ്കിൽ എന്റെ മെന്റൽ സ്ട്രെങ്ത് ഒക്കെ ഭയങ്കര വീക്കായിട്ടിരുന്ന ഒരു ടൈമിലൊക്കെയാണ്. ഈ സ്റ്റോറി 4 പേരുടെ കഥയാണ് പറയുന്നത്. ഒരാള് മിസ്സിംഗ് ആണ്. ആ ആളെ തേടി വരുന്നതാണ് മറ്റൊരാൾ. ഈ തേടി വരുന്ന ആളുമായിട്ട് ഇഷ്ടത്തിലാവുന്ന മറ്റൊരാൾ. ഈ കാണാതെ പോയ ആ ആളിനെ പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന മറ്റൊരാൾ. കൺഫ്യൂഷൻ ആയോ? അതായത് 4 പേരെ കുറിച്ചിട്ടാണ് ഈ ഒരു സ്റ്റോറി പറയുന്നത്. ഒരാള് കാണാണ്ട് പോവാണ്. കുറെ വർഷങ്ങളായി ആ ആൾ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. അപ്പൊ ഈ ആളിനെ അന്വേഷിച്ചിട്ട് വേറൊരാള് വരികയാണ്. ഇവരെ ലാസ്റ്റ് അല്ലെങ്കിൽ ഇവരുടെ പ്ലേസിലേക്ക് വരികയാണ്. അപ്പൊ ഈ കുട്ടീനെ കണ്ടിട്ട് വേറൊരു ചെക്കൻ ഇഷ്ടത്തിലാവുന്നു. ഓക്കെ. അപ്പോ നാലാമത്തെ ആളെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കാണാതെ പോയ ആളില്ലേ, ആ ആളുമായിട്ട് ഒരിക്കൽ പ്രണയത്തിലായിരുന്നു. ഓക്കെ. ഇതാണ് ആ ഒരു കണക്ഷൻ. ഇതാണ് ഈ ഒരു ബുക്കിലുള്ളത്. ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. അതില് ഞാൻ പറഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രശ്നം സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ തന്നെ കരഞ്ഞ് നിലവിളിച്ച് ആ ഒരു സ്റ്റേറ്റിൽ തന്നെ ഇരുന്നാൽ നമ്മുടെ ലൈഫ് ഭയങ്കര വേഴ്സ്റ്റ് ആയി പോകത്തേ ഉള്ളൂ. മുന്നോട്ട് ഓടണം. മുന്നോട്ട് പല കാര്യങ്ങളും അവസരങ്ങളും നേടി നമ്മൾ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ മാത്രമേ ലൈഫിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ലൈഫ് ഭയങ്കര ബോറായിരിക്കും, ഭയങ്കര വെറുക്കലായിരിക്കും. നമ്മളൊരു പോയിന്റില് നമുക്ക് ആത്മഹത്യ ചെയ്യണം, ആത്മഹത്യ പ്രവണത, ആത്മഹത്യ ചിന്തകൾ ഇതൊക്കെ ഉണ്ടാവും. നമുക്കിനി ജീവിച്ചിരിക്കേണ്ട എന്നുള്ളൊരു തോന്നൽ വരും. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന ഒരു സാമ്പാർ പോലെ ആയിപ്പോകും നമ്മുടെ ലൈഫ് പിന്നീട്. സോ ജസ്റ്റ് മൂവ് ഓൺ. അതാണ്. ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ നടക്കുള്ളൂ.